സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. തൃശൂരിൽ കനത്ത മഴയിൽ മരം വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കോഴിക്കോട് മഴയെ തുടർന്ന് ആംബുലൻസ് തെന്നിമറിഞ്ഞ് രോഗിയായ വയോധിക മരിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരം പെരിങ്ങമലയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. എറണാകുളം തൃപ്പൂണിത്തുറയിൽ വീടുകളിൽ വെള്ളം കയറി. കോഴിക്കോട് ബീച്ച് റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുമുണ്ട്. ശ്രീകുമാരനുണ്ട് തൃശ്ശൂരിൽ നിന്ന്, വർഷ ഗിരീഷ് കോഴിക്കോട്ട് നിന്നും വിവരങ്ങളുമായുണ്ട്. ആദ്യം നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. വർഷ ഗിരീഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങളുണ്ട് ആയി നിൽക്കുന്നത്. വർഷ, കോഴിക്കോട്ട് ഈ ആംബുലൻസ് തെന്നിമറിഞ്ഞ് രോഗിയായ വയോധിക മരിച്ചു എന്ന വേദനാജനകമായ ഒരു വാർത്ത വരുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും വരുന്നു. ശക്തമായ മഴ എന്തൊക്കെ ദുരിതങ്ങളാണ് വിതയ്ക്കുന്നത്? മാത്രമല്ല, ഈ രോഗി മരിക്കാനിടയായ സാഹചര്യം എന്താണ്? ഗോപികൃഷ്ണൻ, വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത്. ഇന്ന് വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലാണ് ഈ പറയുന്ന വയോധിക മരിച്ച സംഭവം ഉണ്ടായത്. രാത്രി വയോധികയുമായി വരുന്ന ആംബുലൻസ്, ഇത് രാത്രി ഇന്നലെ പുലർച്ചെ 1:20 കൂടിയാണ് സംഭവം. വയോധികയുമായി വരുന്ന ആംബുലൻസ് നേരിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴയിൽ തെന്നി മാറിയെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും 82 വയസ്സുള്ള വയോധികയാണ് മരിച്ചത്. ഇവർക്ക് ഹൃദയാഘാതം അനുഭവപ്പെടുകയും ശേഷം ആംബുലൻസ് വിളിക്കുകയായിരുന്നു. നിർമ്മല ആശുപത്രിയിലെ ആംബുലൻസ് ആണ് വിളിച്ചത്. ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. എന്തായാലും നിലവിൽ പോലീസിന്റെ നിഗമനം അനുസരിച്ച് ഈ മഴയിൽ റോഡിൽ തെന്നി മാറിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് CCTVയിൽ നിന്നും അക്കാര്യം വ്യക്തവുമാണ്. എന്തായാലും ശക്തമായ മഴ തന്നെ കോഴിക്കോട് നഗരത്തിലും മറ്റ് ജില്ലകളിലും തുടരുകയാണ്. കോഴിക്കോട് നഗരത്തിൽ അതിശക്തമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും പറയേണ്ടത് ബീച്ച് റോഡിൽ തന്നെയാണ്. ബീച്ച് റോഡിലെ ഫുഡ് സ്ട്രീറ്റിന് മുൻപിലായി വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. വലിയൊരു കോർപ്പറേഷന്റെ അപാകത തന്നെയാണ് അവിടെ വ്യക്തമാകുന്നതും. കാരണം കോഴിക്കോട് നഗരത്തിലെ ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് എല്ലാ മഴക്കാലത്തും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷേ പരിഹാരമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബീച്ച് റോഡിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ആളുകൾക്ക് കാൽനട യാത്ര പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. റോഡ് നിറയെ വെള്ളം പരന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ മലിനജലം കെട്ടിക്കിടക്കുമ്പോൾ രോഗം പടരുന്നതുൾപ്പെടെ കാര്യങ്ങളിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക മുന്നറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോഴും കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് അവിടെയാണ് ഈ അപകടത്തിൽ ഇപ്പോൾ ഒരു വയോധിക മരിച്ചത്. അതായത് ആംബുലൻസിൽ തെന്നിമറിഞ്ഞാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിൽ കനത്ത മഴയിൽ മരം വീണാണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചത്. അതിന്റെ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ശ്രീകുമാറുണ്ട്. ശ്രീജിത്ത്, ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? തൃശ്ശൂരിൽ എല്ലായിടങ്ങളിലും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ടോ? ആളുകൾ എങ്ങനെയാണ് അത് ബാധിച്ചിരിക്കുന്നത്? കനത്ത മഴയിൽ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്താണ് ഈ ഒരു അപകടം നടന്നത്. കരുമാത്ര സ്വദേശി ബ്ലാഹേൽ ഇല്ലം മണികണ്ഠൻ, അദ്ദേഹമാണ് മരിച്ചത്. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ റോഡിലെ പോഴങ്കാവിലാണ് അപകടം നടന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻ വാഗമരം കടപുഴകി ഈ സ്കൂട്ടർ യാത്രികരുടെ മേൽ വീഴുകയായിരുന്നു. മരത്തിനടിയിൽപ്പെട്ട മണികണ്ഠൻ തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ശക്തമായ മഴയാണ് തൃശൂർ നഗരത്തിലും ജില്ലയിൽ എമ്പാടും രാവിലെ മുതൽ തന്നെ പെയ്യുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമാണ്. ഈ കനത്ത മഴയിൽ മരം കടപുഴകി വീണാണ് ഒരു സ്കൂട്ടർ യാത്രികൻ മരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.